ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമുക്കൊരു പോർച്ചുഗീസ് ലഞ്ച് ആയാലോ. പോർച്ചുഗീസിലൊക്കെ ഒരുപാട് കടൽ തീരുള്ളതുകൊണ്ട് അവിടെ ഫിഷ് ഐറ്റംസിനൊന്നും യാതൊരു ക്ഷാമമില്ല. അപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതുപോലെ എല്ലാ ഫിഷ് കൂടിയിട്ടുള്ള ഒരു സീ ഫുഡ് ലഞ്ച് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ കുറെ ഫിഷ് ഐറ്റംസും അതുപോലെ തന്നെ മീറ്റും റൈസും വെജിറ്റബിൾസും എല്ലാം ഇൻക്ലൂഡ് ആയിരുന്നു. ഇനി ഒക്ടോബസിന് ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നത്, എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങനെ കഴിക്കുമെന്ന്. പിന്നെ ഒരു വലിയൊരു ഫിഷ് ഗ്രില്ല് ചെയ്തത് ഉണ്ടായിരുന്നു, പിന്നെ പ്രോൺസ് ഉണ്ടായിരുന്നു. പിന്നെ പ്രോൺസ് ഒന്നും അവര് ഇങ്ങനെ എല്ലാം കളയൊന്നുമില്ല, നേരെ അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്തതാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്. ഇതിൽ എങ്ങനെയൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. എല്ലാം ഇതുപോലെ ഗ്രില്ല് ചെയ്ത സാധനങ്ങളാണ്, ഒന്നും ഈ എണ്ണയിലിട്ട് പൊരിച്ചതല്ല. ഞാൻ ആലോചിച്ച് ഈ മീനൊക്കെ നമ്മുടെ നാട്ടിലാണ് കിട്ടണമെങ്കിൽ ചോന്ന് തുടിച്ച് കുട്ടപ്പനായിട്ട് കിട്ടും കയ്യിൽ. പക്ഷെ ഇതങ്ങനെയല്ല, ഉപ്പും കുരുമുളകും കുറച്ച് നാരങ്ങനീരും ഒഴിച്ചിട്ടുള്ള ഗ്രില്ല് ചെയ്ത സാധനമാണ്. ആ ഫിഷിന്റെയും എല്ലാത്തിന്റെയും റോ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഞാനിത് ആ ഒക്ടോബസിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി മുറിച്ചെടുത്താണ്. എന്തായിരിക്കും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഇതിന്റെ ടേസ്റ്റ് എന്ന്. പിന്നെ പ്രത്യേകിച്ച് ഒരു പറയത്തക്ക ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചല്ലേ, അതുകൊണ്ട് കഴിക്കണമല്ലോ. പിന്നെ ഈ വെജിറ്റബിൾസ് ഒക്കെ നേരെ പുഴുങ്ങി കൊണ്ടുവന്നതാണ്. പിന്നെ പൊട്ടറ്റോ ഒക്കെ ഇങ്ങനെ തന്നെയാണ്, എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ഇതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. തൊലിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കളയാം, അല്ലാണ്ടും കഴിക്കാം. ജസ്റ്റ് വേവിച്ചെടുത്തതാണ്. ഉപ്പും കുരുമുളകും ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. പക്ഷെ കൊള്ളായിരുന്നു, നല്ലൊരു വെറൈറ്റി ഡിഷാണെന്ന് പറയും. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഇത്രയും സീ ഫുഡ്സ് ഒരുമിച്ച് ട്രൈ ചെയ്യുന്നത്. പിന്നെ അതുപോലെ കുറച്ച് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ എല്ലാ തരം ഫിഷ് ഐറ്റംസും അവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ പോർച്ചുഗലിലെ കടകളിലും അതുപോലെ തന്നെ എല്ലായിടത്തും ഇതുപോലെ ഫ്രഷ് മീൻ നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ പ്രോൺസിന്റെ കളർ നമ്മുടെ നാട്ടിലുള്ളതിലേക്കാണ് ചെറിയ വ്യത്യാസമുണ്ട്, റെഡിഷ് ഓറഞ്ച് കളറൊക്കെയാണ്. കൊള്ളായിരുന്നു. അപ്പൊ ഇതുപോലെ യൂറോപ്പിലെ മറ്റു വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ചൂസ്.